ഹായ്, ദിസ് ഈസ് പദ്ദു ഫ്രം പദ്ദൂസ് പാൻട്രി. ഇന്നുണ്ടാക്കിയത് ചക്ക മസാലക്കറിയാണ് കേട്ടോ. കടച്ചക്ക മസാലക്കറി. അപ്പോൾ അതിലുണ്ടല്ലോ നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കില്ലേ, ഈ മല്ലിപ്പൊടി, ചെറിയ ഉള്ളി ആൻഡ് മുളക് പൊടി അതെല്ലാം വറുത്തിട്ട് അരച്ച് ചേർത്തണം ആദ്യം ഈ വേവിച്ച ചക്കയിൽ. അത് കഴിഞ്ഞിട്ട് തേങ്ങ, ജീരകം ആൻഡ് കുരുമുളക് അതിനെ അരച്ച് ചേർത്തണം. അപ്പോൾ ഈ മല്ലിയും മുളകും ഒക്കെ വറുത്തപ്പോൾ ഭയങ്കര കുര തുടങ്ങിയപ്പോൾ നമ്മളുടെ വീഡിയോ സ്റ്റോപ്പായി. അപ്പോൾ അതുകൊണ്ട് ആ പോഷൻ വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ തന്നെ വന്നിട്ട് പറയാമെന്ന് വിചാരിച്ചത്. ബാക്കിയെല്ലാം അതിലുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പദ്ദൂസ് പാൻട്രിയിൽ നിന്ന് കടച്ചക്ക മസാലക്കറി. താങ്ക് യു. ഹോപ്പ് യു ഓൾ എൻജോയ് ഇറ്റ്. ഓക്കെ, നല്ലൊരു ടേസ്റ്റുള്ളൊരു വിഭവം ആണ്. നോട്ട് നോർമലി ഫൗണ്ട് എവ്രിവെയർ. സോ അതിൻ്റെ കഴിഞ്ഞിട്ടൊരു ചെറിയൊരു കഥയും ഞാൻ ഇട്ടിട്ടുണ്ട് ലാസ്റ്റിൽ. അപ്പോൾ പ്ലീസ് ചെക്ക് ഔട്ട് മൈ വീഡിയോ. പദ്ദൂസ് പാൻട്രി കടച്ചക്ക മസാലക്കറി. ഇത് കണ്ടിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ്. പദ്ദൂസ് പാൻട്രി ഇത് കണ്ടിട്ടുണ്ടോ? ഹാവ് യു സീൻ ദിസ് ചക്ക? ദിസ് ഈസ് കോൾഡ് ദ കടച്ചക്ക. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദ നോർമൽ ഇടിച്ചക്ക. ദിസ് ഈസ് എ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചക്ക and it does not go into sambars or anything else. It tastes very good in masala curry. So today I will show you how to make kadachakka masala curry. Again, one of the first chakka of the season delicacy from Padzoo's pantry. ചക്കപ്പശ ക്ലീൻ ചെയ്യാൻ ബെസ്റ്റ് ഐഡിയ. ആ കത്തി ഗ്യാസിൽ വയ്ക്കുക. രണ്ട് സൈഡും തിരിച്ചും മറിച്ചും വയ്ക്കാം. ടേക്ക് ഇറ്റ് ഔട്ട് ആൻഡ് വൈപ്പ് ഇറ്റ് ഡ്രൈ. പശ കംസ് ഔട്ട്. ഓക്കെ, പിന്നെ കത്തി അതിൽ കുറച്ച് എണ്ണ തേച്ച് വെച്ചാൽ മതി. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ബ്രെഡ് ഉപ്മാവാണ്. അതിൽ നമ്മൾ കുറച്ച് ഇങ്ങനെ പൊടി വിളറിയാൽ നമ്മളുടെ ബ്രെഡ് ഉപ്മാ ആൻഡ് പൊടി ഇറ്റ് വിൽ ബി വെരി നൈസ് കേട്ടോ. ഈ ബ്രെഡ് ഇത്തിരി ഒട്ടില്ലേ, അപ്പോൾ അതിൽ നമുക്ക് ഈ പൊടി ഇട്ടാൽ അത് കറക്റ്റായിരിക്കും. സോ ബ്രെഡ് ഉപ്മാ ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പുറത്ത് നമ്മളുടെ ചക്ക റെഡിയാവുന്നു. വിൽ ഷോ യു സൂൺ. അങ്ങനെ നമ്മളുടെ കടച്ചക്ക മസാലക്കറി റെഡിയായി. ഈ കടച്ചക്ക മസാലക്കറി ഉണ്ടാക്കുമ്പോഴൊക്കെ എനിക്ക് ഒരു ചേച്ചിയും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അവരെ ഓർമ്മ വരും. നെയിം വാസ് കാമാക്ഷി അമ്മ ആൻഡ് ഷി വാസ് മൈ മദേഴ്സ് ഓൾഡർ സിസ്റ്റർ. സോ യൂസ് ടു കോൾ ഹർ ചേച്ചിയമ്മ. അപ്പോൾ ഈ ചക്ക മസാലക്കറി ആദ്യം കഴിച്ചത് ഞങ്ങളുടെ പുതുക്കുളങ്ങര തറവാട്ടിൽ പോയപ്പോഴാണ് കഴിച്ചത്. ചേച്ചിയമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു അത്. ആൻഡ് ഇറ്റ് വാസ് വെരി ടേസ്റ്റി കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ എനിക്കിതിനെപ്പറ്റി അത്ര അറിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേച്ചിയമ്മ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കി എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ചേച്ചിയമ്മ ഒന്നും പറഞ്ഞു തന്നില്ല. പക്ഷേ ചേച്ചിയമ്മ ഉണ്ടല്ലോ കുറച്ച് പിശുക്കിയായിരുന്നു. അപ്പോൾ ഈ ചക്ക മസാല ചെറിയ ചെറിയ പാത്രങ്ങൾ കൊണ്ട് ടേബിളിൽ വെക്കുന്നുണ്ടായിരുന്നു. ഒരു പാത്രം തന്നെ എല്ലാവർക്കും മതിയാവില്ല കിട്ടുള്ളൂ. ഞാൻ തന്നെ ഒരു പാത്രം തിന്നു. അത്രയും സ്വാദുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയമ്മ ആ പാത്രം ഉണ്ടാക്കിയ പാത്രം കൊണ്ട് നിങ്ങളുടെ വെക്കും, എല്ലാവരും എടുത്തോട്ടേ പറഞ്ഞു. പയ്യെ അത് ശരിയാവില്ല, ഒരുപാടൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഷീ നെവർ ഇസ് ടു ഗിവ് അസ് അവർ ഫിൽ കിട്ടും. ഒരു ഫണ്ണി ചേച്ചിയമ്മയായിരുന്നു. പക്ഷേ എനിവേ ഷീ റിട്ടയർഡ് ആസ് പ്രിൻസിപ്പൽ ഓർ ഹെഡ് മിസ്ട്രസ് ഓഫ് ചിറ്റൂർ ഗേൾസ് ഹൈസ്കൂൾ. അണിക്കോട് മുക്കിലൊരു സ്കൂളുണ്ട്. അപ്പോൾ ദോസ് ഹൂ നോ ഹെർ വിൽ റിമെമ്പർ ഹെർ ആസ് കാമാക്ഷി ടീച്ചർ. ബട്ട് ഈ ചക്ക മസാല ഉണ്ടാക്കുമ്പോഴൊക്കെ എനിക്ക് എൻ്റെ ചേച്ചിയമ്മയെ ഓർമ്മ വരും. സോ ദിസ് ചക്ക മസാല കറി റാദർ കടച്ചക്ക മസാല കറി ഫ്രം പദ്ദൂസ് പാൻട്രി is totally dedicated to my ചേച്ചിയമ്മ. കാമാക്ഷിയമ്മ, this is for you.